Hi friends, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഴിനഖം മാറാനുള്ള ഒരു ഹോം റെമഡിയാണ്. കുഴിനഖം എന്ന് പറയുന്നത് നമ്മുടെ കാൽ വിരലുകൾ അല്ലെങ്കിൽ കൈ വിരലുകളൊക്കെ ഫംഗസോ ബാക്ടീരിയയോ ഒക്കെ പ്രവർത്തിച്ച് ആകെ ഒരു പൂപ്പൽ പോലെയൊക്കെ വന്നു പിന്നെ അത് പഴുത്ത് ആകെ പ്രശ്നമാകാറുണ്ട് അല്ലേ. ഭയങ്കര വേദനയായിരിക്കും നമുക്ക് കുഴിനഖം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് മാറാൻ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. മൈലാഞ്ചി ഉപയോഗിച്ചിട്ടാണ്. വളരെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ഹോം റെമഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുഴിനഖം മാറാനുള്ള ഒറ്റമൂലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പണ്ടുകാലം മുതൽ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ളതുമായ ഒന്നാണ് മൈലാഞ്ചി ഇല ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പിടി മൈലാഞ്ചി ഇല എടുക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം പച്ചമഞ്ഞളാണ്. ഇപ്പോൾ ഇനി മൈലാഞ്ചി ഇല കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കറ്റാർവാഴയുടെ ഉള്ളിലെ പൾപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലോണം പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട് മൈലാഞ്ചി ഇല ആകുമ്പോൾ നമ്മൾ ഒരല്പം വെള്ളം കൂടി ചേർക്കുക. ഒരല്പം വെള്ളം കേട്ടോ, കൂടി പോകരുത്. ചേർത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ അരച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം, അതായത് ഇളം ചൂടുള്ള കാല് മുക്കാൻ പാകത്തിനുള്ള വെള്ളം എടുക്കുക. ഒരു ബേസണിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഗുണം കിട്ടാനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുഴിനഖമുള്ള വിരലുകൾ നമുക്ക് ഈ വെള്ളത്തിൽ മുക്കി വയ്ക്കാം. ഇപ്പോൾ കൈകൾക്കാണ് പ്രോബ്ലം ഉള്ളവർ കൈകൾ തന്നെ മുക്കി വയ്ക്കുക. നമ്മുടെ വീട്ടിലിവിടെ റോസാപ്പൂ വിടർന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാനൊരു റോസാപ്പൂ കൂടി ഈ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. റോസാപ്പൂവിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. ചർമ്മത്തിലുണ്ടാകുന്ന എക്സിമ പോലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാനും റോസ് പെറ്റൽസിൻ്റെ സത്തിന് കഴിവുണ്ട്. അത് ഒരു ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്കത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ചൂട് നന്നായിട്ട് മാറുന്നവരെ കാല് മുക്കി വയ്ക്കുക. അങ്ങനെ നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റോ ഒക്കെ മുക്കി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ കാലിന് മൊത്തത്തിനുള്ള ആരോഗ്യത്തിനും കുഴിനഖത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനും കുഴിനഖം ഇല്ലാത്തവർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. വരാതിരിക്കാനായിട്ട് നല്ലതാണ്. കാൽപാദങ്ങളിലെ ഡെഡ് സ്കിന്നൊക്കെ അകറ്റാനും ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് സമയം സോക്ക് ചെയ്യുന്നത് നല്ലതാണ്. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കാലൊക്കെ പുറത്തെടുത്ത് നമ്മൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കുക. അതായത് ഉണങ്ങാനായിട്ട് അനുവദിക്കുക. അതിന് ശേഷം വേണം നമ്മുടെ മൈലാഞ്ചി മഞ്ഞൾ പേസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഏത് വിരലിനാണ് പ്രോബ്ലം ഉള്ളത് ആ വിരലിന് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഉണങ്ങിക്കഴിഞ്ഞ് അത് മാറ്റിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുക. ആ രീതിയിൽ നമുക്ക് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത വിരലുകൾക്കും നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴിനഖം വരുന്നവർക്കാണെങ്കിൽ റിപ്പീറ്റഡായിട്ട് വരാനുള്ള ചാൻസ് നല്ല രീതിയിൽ തന്നെ കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. നഖങ്ങൾ വെട്ടുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരേപോലെ തന്നെ വെട്ടുക. ഇപ്പോൾ നഖം താഴേക്ക് കുഴിഞ്ഞു വരുന്നുണ്ടെങ്കിൽ താഴേക്ക് രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ശ്രദ്ധിച്ച് വെട്ടുകയാണെങ്കിൽ കുഴിനഖം വരുന്നത് ആ ഒരു രീതിയിൽ വരുന്ന കുഴിനഖമാണെങ്കിൽ അതിനെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഒരു പ്രയോഗമാണ് പറയാൻ പോകുന്നത്. ഇത് കുഴിനഖത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അത് മാറിക്കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ മാറിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ കാലൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് അതിൽ നനവെല്ലാം മാറ്റിയതിന് ശേഷം ചെയ്യേണ്ട കാര്യം, ഇതിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ ആണെങ്കിലും ഇതേപോലെ ചെയ്യാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് ഒരല്പം ശുദ്ധമായ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വിരലുകളിലൊക്കെ അതായത് നഖങ്ങളിലൊക്കെ നന്നായിട്ട് വീഴത്തക്ക വിധത്തിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ഇയർബഡ്സോ മറ്റോ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടത് ഇടാൻ സാധിക്കും. ആ രീതിയിൽ ഇപ്പോൾ കുഴിനഖത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ളവർ രാവിലെയും രാത്രിയും ഉപയോഗിക്കുക. ഒരു 3-4 ദിവസം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുഴിനഖം പമ്പ കിടക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. കാര്യം ഒരുപാട് പേരുടെ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് കുഴിനഖം. അപ്പോൾ ആരൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തു എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു ചെറിയൊരു അറിവ് പകർന്നു കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.